നമസ്കാരം. മിഡിയ സ്റ്റവറിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. സൗദി കിരീടാവകാശിയും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയും തമ്മിൽ ജിദ്ദയിൽ കൂടിക്കാഴ്ച നടത്തി. ഗസയിൽ വെടിനിർത്തൽ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. പ്രാദേശികവും അന്തർദേശീയവുമായ സംഭവവികാസങ്ങളും ഇരുവരും ചർച്ച ചെയ്തു. സൗദിയിലെ ജിദ്ദയിലെത്തിയ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായി കൂടിക്കാഴ്ച നടത്തി. ഗസയിൽ ഇസ്രായേൽ നടത്തിവരുന്ന അധിനിവേശവും ആക്രമണവും കൂടിക്കാഴ്ചയിൽ ചർച്ചയായതായി സൗദി പ്രസ് ഏജൻസി വെളിപ്പെടുത്തി. ഗസയിൽ വെടിനിർത്തൽ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ ഇരു രാജ്യങ്ങളുടെ ഭാഗത്തുനിന്നും തുടരും. ഗസയിലെ ജനങ്ങളുടെ സുരക്ഷയും മാനുഷിക പരിഗണനകളും സംബന്ധിച്ച് ആശങ്കയുയർത്തുന്നതായി ഇരുവരും അഭിപ്രായപ്പെട്ടു. ഒപ്പം മേഖലയിലെ പ്രാദേശികവും അന്തർദേശീയവുമായ പുതിയ സംഭവവികാസങ്ങളും ചർച്ചയായി. സൗദി പ്രതിരോധ മന്ത്രി ഖാലിദ് ബിൻ സൽമാൻ രാജകുമാരൻ, യുഎസിലെ സൗദി അംബാസിഡർ റീമ ബിന്ത് ബന്ദർ രാജകുമാരി, വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരൻ, സഹമന്ത്രിമാർ എന്നിവരും കൂടിക്കാഴ്ചയിൽ പങ്കാളികളായി. മീഡിയ 1 ദമ്മാം. ഇരു സമസ്തകളും തമ്മിലുള്ള ഐക്യത്തിന് ഏറ്റവും ഒടുവിലായി പുറത്തുനിന്നുള്ള ഒരു കണ്ണിയുടെ ഇടപെടലാണ് തടസ്സം നിൽക്കുന്നതെന്ന് ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസരി. ലയനം തങ്ങളുടെ വോട്ട് ബാഗിൽ നഷ്ടം വരുത്തുമെന്ന അവരുടെ തോന്നൽ അസ്ഥാനത്താണെന്നും അദ്ദേഹം പറഞ്ഞു. സൗദിയിൽ സമാപിച്ച അന്താരാഷ്ട്ര ഇസ്ലാമിക സമ്മേളനത്തിൽ പങ്കെടുത്ത് മടങ്ങും വഴി ദുബൈയിലെത്തിയ അസരി മീഡിയ 1നോട് സംസാരിക്കുകയായിരുന്നു. ഡോക്ടർ അബ്ദുൽ ഹക്കീം അസരിയാണ് ഇപ്പോൾ നമുക്കൊപ്പമുള്ളത്. മക്കയിൽ സമാപിച്ച അന്താരാഷ്ട്ര ഇസ്ലാമിക സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് അസരി മക്കയിലെത്തിയത്. തുടർന്ന് അവിടെ നിന്നിപ്പോൾ UAE മടങ്ങുകയായിരുന്നു. ഏതായാലും ആ സമ്മേളനവും അതോടൊപ്പം തന്നെ കേരളവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളുമാണ് പ്രധാനമായിട്ടും ഇപ്പോൾ പങ്കുവെക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്തായാലും സന്തോഷം. പിന്നെ കേരളത്തിൽ നിന്ന് 2 പേരാണ് പണ്ഡിതന്മാരായിട്ട് ഈ അന്താരാഷ്ട്ര ഇസ്ലാമിക സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഒന്ന് ഡോക്ടർ ഹുസൈൻ മടവൂരാണ്, മറ്റൊന്ന് അബ്ദുൽ ഹക്കീം അസരിയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഈ സമ്മേളനത്തിൻ്റെ പൊതു താല്പര്യം എന്നത് എല്ലാ വിഭാഗീയതകളും ഭിന്നതകളും മറന്നുകൊണ്ട് ഒരു മുസ്ലിം ലോകത്തിൻ്റെ ഒരു ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്നൊരു ആഹ്വാനമാണ് ആ സമ്മേളനം പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചത്. എങ്ങനെ ഉണ്ടായിരുന്നു ആ സമ്മേളനം, മറ്റു കാര്യങ്ങൾ? ഈ റാബിത്ത അൽ ആലമിൽ ഇസ്ലാമി മുസ്ലിം വേൾഡ് ലീഗിൻ്റെ ഒരു ക്ഷണം ലഭിച്ചത് സമ്മേളനത്തിൻ്റെ ഒരാഴ്ച മുമ്പായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് വേറെ ജമിയത്തുൽ ഉലമാ ഹിന്ദിൻ്റെ ഡൽഹിയിൽ നിന്നുള്ള ഒരു പ്രതിനിധി മാത്രമാണ് ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഇന്തോനേഷ്യ, ചെച്നിയ, ഈജിപ്ത് തുടങ്ങി ഒട്ടുമിക്ക രാഷ്ട്രങ്ങളിൽ നിന്നും ആളുകൾ വന്നിരുന്നു. സൗദി അറേബ്യ എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തിലെ ഒരു പ്രത്യേകമായ ചിന്താഗതിക്കാരുടെ നാടാണ്. മറ്റുള്ളവർക്കൊന്നും അവിടെ ഒരു അവകാശവും ഇല്ല, അല്ലെങ്കിൽ അവർക്ക് ആ നാടുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ള ഒരു പ്രചാരണത്തിന് ഒരു തികഞ്ഞ ഒരു മാറ്റമായിരുന്നു ഈ സമ്മേളനം എന്ന് പറയാം. ഇപ്പോൾ ഈ മദ്ഹബുകളൊക്കെ നിലനിൽക്കെ തന്നെ ഇതൊക്കെയും നിലനിൽക്കുമ്പോൾ ആ പിന്നെ വ്യത്യസ്തതകളൊക്കെ ഉൾക്കൊള്ളാൻ ഇസ്ലാമിന് കഴിയുന്നുണ്ട്. അപ്പോൾ അതേ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ കേരളം പോലുള്ള സ്ഥലത്തൊക്കെ വല്ലാത്തൊരു കുടുസായിട്ട് മതസംഘടനകൾ മാറിയ ഒരു അവസ്ഥകളുണ്ടായിരുന്നു. കുറേയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് അതീതമായിട്ട് പിന്നെ ഒരു ഐക്യം വേണമെന്നൊരു സന്ദേശം കൂടിയാണോ ഈ സമ്മേളനം പ്രധാനമായിട്ടും? ഇത് പ്രധാനമായും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഭിന്നിപ്പും ഇപ്പോൾ പാലസ്തീൻ പോലുള്ള പ്രശ്നങ്ങളിലൊക്കെ മുസ്ലിം രാഷ്ട്രങ്ങൾക്കിടയിലൊക്കെ ഉണ്ടായി വരേണ്ട ഒരു ആശയപ്പൊരുത്തത്തെക്കുറിച്ചാണ് പ്രധാനമായും ഇതിൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ സുന്നി ഐക്യത്തിന് വേണ്ടി ഇടക്കാലത്ത് കുറേ നല്ല നീക്കങ്ങൾ നടന്നിരുന്നു. ഒരു വിശാല ഐക്യത്തിലേക്ക് അത് പോകണം എന്നൊക്കെ. എന്താണ് നിലവിലുള്ള അതിൻ്റെ ഒരു അവസ്ഥ? അതെ, കേരളത്തിൽ ഈ ഇരു സമസ്തകളും യോജിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറയുന്നത് സമസ്ത യോജിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആശയപരമായി 2 സമസ്തകളും ഒരേ തലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നേതൃത്വവും ജനങ്ങളും ഒരേ മനസ്സിലാണ് ഇന്നുള്ളത്. ഈ സമസ്തകളെ 2നെയും യോജിപ്പിക്കാൻ പുറത്തുനിന്നുള്ള ഏതോ ഒരു കണ്ണി ആവശ്യമുണ്ട് എന്നുള്ള ഒരു സൂചന ബാക്കി നിൽക്കുന്നുണ്ട്. അതിന് ചില ആളുകൾ മുൻകൈ എടുക്കേണ്ടതുണ്ടെന്നാണ്. അതിനവർക്ക് എന്തോ തടസ്സങ്ങളുണ്ട്. അതാണ് ഈ ഒരു ഐക്യത്തിന് ഇന്ന് തടസ്സമായി നിൽക്കുന്നതുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു സമയം മാത്രമാണ് അതിൽ പ്രശ്നം. ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ അതിലുണ്ട്. സമസ്ത യോജിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് നഷ്ടമായിരിക്കുമെന്ന് ഒരു തെറ്റിദ്ധാരണ ഏതോ ചില രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ട്. അത് യഥാർത്ഥത്തിൽ അവർക്ക് ഗുണമായിരിക്കും എന്നതാണ് സത്യം. അതെ, നിലവിലുള്ള അവസ്ഥയിൽ ചിലപ്പോൾ കൂടുതലായിട്ട് പിന്നെ ഒരു സ്വാധീനം വർദ്ധിപ്പിക്കാനായിരിക്കണം അത് ഉതകേണ്ടത്. കേരളത്തിലെ മുസ്ലിങ്ങളിൽ 95% സുന്നികളാണല്ലോ. അപ്പോൾ ഇരു സമസ്തയും യോജിച്ചു കഴിഞ്ഞാൽ തന്നെ
അപ്പോൾ 90% മുസ്ലിങ്ങളും യോജിച്ചു എന്നുള്ളതാണ്. അപ്പോൾ രാഷ്ട്രീയമായ വിഷയങ്ങൾ അതിൽ ഉൾപ്പെടുത്താതെ ആശയപരമായ കാര്യങ്ങളെ മാത്രം ഉൾക്കൊണ്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകൾ യോജിക്കുക എന്ന നിലക്ക് നേതാക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ചകളും അവർ തമ്മിലുള്ള പരസ്പരം ബന്ധങ്ങളും എല്ലാം ഇന്ന് നമ്മൾ കാണുമ്പോഴും, മാത്രമല്ല ഇരു സ്റ്റേജുകളിൽ നിന്നും ഉയർന്നു വരുന്ന സന്ദേശങ്ങളുമെല്ലാം നോക്കുമ്പോൾ 100% അതിനുവേണ്ടി പാകപ്പെട്ട് നിൽക്കുകയാണ്. എന്തായാലും വലിയ സന്തോഷം. പിന്നെ പരസ്പര ധാരണയോടുകൂടി കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ എല്ലാ വിഭാഗങ്ങൾക്കും, പ്രത്യേകിച്ച് ഈ റമദാൻ്റെ ഒരു ഘട്ടത്തിലും കൂടി സാധിക്കണം എന്ന ഒരു സന്ദേശം കൂടി ആയിരിക്കും എനിക്ക് തോന്നുന്നു മക്ക സമ്മേളനമൊക്കെ ബാക്കി നടത്തുന്നില്ല. ലോകത്ത് മുസ്ലിങ്ങൾക്കിടയിൽ വലിയൊരു സമാധാനത്തിൻ്റെ സന്ദേശമായി അത് നിലകൊള്ളും എന്നതിനെ നമുക്ക് മനസ്സിലാക്കാം. ക്യാമറ പേഴ്സൺ യാസർ അറഫാത്തിനൊപ്പം MCA നാസർ, മീഡിയ 1, ദുബൈ. ജോലിയില്ലാതെ തൊഴിലാളികളെ വിദേശ രാജ്യങ്ങളിൽ നിന്നും റിക്രൂട്ട് ചെയ്യുന്നത് കുറ്റകരമാക്കാൻ സൗദി മാനവ വിഭവശേഷി മന്ത്രാലയം നീക്കം ആരംഭിച്ചു. ഇത്തരം കുറ്റങ്ങൾക്ക് 10 ലക്ഷം റിയാൽ പിഴ ചുമത്തും. ഇതിനാവശ്യമായ ചട്ടങ്ങൾ തൊഴിൽ നിയമങ്ങളിൽ ഉൾപ്പെടുത്തുമെന്ന് മന്ത്രാലയം അറിയിച്ചു. സ്പോൺസർക്ക് കീഴിൽ ജോലിയില്ലെങ്കിൽ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്താനാണ് മന്ത്രാലയത്തിന്റെ നീക്കം. ഗാർഹിക തൊഴിലുകൾക്കും മറ്റു പ്രൊഫഷണൽ ജോലികൾക്കും തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാൻ സ്പോൺസർക്ക് കീഴിൽ ജോലിയുണ്ടായിരിക്കണമെന്ന് മന്ത്രാലയം അവതരിപ്പിച്ച പുതിയ നിർദ്ദേശങ്ങളിൽ വ്യക്തമാക്കുന്നു. സ്പോൺസർക്ക് കീഴിൽ ജോലിയില്ലെങ്കിൽ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നത് 2 ലക്ഷം മുതൽ 10 ലക്ഷം റിയാൽ വരെ പിഴ ലഭിക്കുന്ന കുറ്റമാക്കാനാണ് മന്ത്രാലയത്തിന്റെ തീരുമാനം. മാത്രവുമല്ല, തൊഴിലുടമകൾ വിദേശികളാണെങ്കിൽ നാട് കടത്തുകയും ചെയ്യും. ലൈസൻസ് ഇല്ലാതെ തൊഴിൽ സേവനങ്ങൾ നൽകുന്നതും കുറ്റകരമാക്കും. ഇത്തരം കുറ്റങ്ങൾക്ക് 2 ലക്ഷം മുതൽ 5 ലക്ഷം റിയാൽ വരെയാണ് പിഴ ചുമത്തുക. നിയമലംഘകർ വിദേശികളാണെങ്കിൽ അവരെയും നാട് കടത്തും. കൂടാതെ ഇത്തരം നിയമലംഘകരെ തുടർ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനായി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറും. തൊഴിൽ വിപണിയെ പ്രതികൂലമായി ബാധിക്കുന്ന ഇത്തരം റിക്രൂട്ടിംഗ് തൊഴിൽ സേവനങ്ങൾ നിയമവിരുദ്ധമാക്കണമെന്നും അത് തൊഴിൽ നിയമങ്ങളിൽ ഉൾപ്പെടുത്തണമെന്നും മന്ത്രാലയത്തിന്റെ പുതിയ നിർദ്ദേശങ്ങളിലുണ്ട്. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ. സൗദിയിൽ അനധികൃത ടാക്സികൾക്കെതിരെ പരിശോധന ശക്തമാക്കിയതോടെ വിവിധ വിമാനത്താവളങ്ങളിൽ നിന്നായി നിരവധി പേർ പിടിയിലായി. റമദാനിലെ ആദ്യ 8 ദിവസത്തിനുള്ളിൽ 400-ലധികം പേരെ അറസ്റ്റ് ചെയ്തതായി അധികൃതർ അറിയിച്ചു. പിടിയിലാകുന്നവർക്ക് 5000 റിയാൽ പിഴ ചുമത്തും. അനധികൃത ടാക്സി സർവീസുകൾക്കെതിരെ രാജ്യത്തുടനീളം പ്രത്യേക ക്യാമ്പയിൻ നടന്നുവരികയാണ്. ഇതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ വിവിധ വിമാനത്താവളങ്ങളിൽ നിന്നായി 418 പേരെ ഗതാഗത അതോറിറ്റി അറസ്റ്റ് ചെയ്തു. റമദാനിലെ ആദ്യ 8 ദിവസങ്ങൾക്കുള്ളിലാണ് ഇത്രയും പേർ പിടിയിലായത്. പിടിയിലാകുന്നവർക്ക് 5000 റിയാൽ പിഴ ചുമത്തും. പരിശോധന വരും ദിവസങ്ങളിലും ശക്തമായി തുടരുമെന്ന് ഗതാഗത അതോറിറ്റി അറിയിച്ചു. ആഭ്യന്തര മന്ത്രാലയം, പിൽഗ്രിം എക്സ്പീരിയൻസ് പ്രോഗ്രാം, പബ്ലിക് പ്രോസിക്യൂഷൻ, ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ, എയർപോർട്ട് ഹോൾഡിംഗ് കമ്പനി എന്നിവയുമായി സഹകരിച്ചാണ് ഗതാഗത അതോറിറ്റി പ്രത്യേക ക്യാമ്പയിൻ ആരംഭിച്ചത്. ലൈസൻസുള്ള ടാക്സി കമ്പനികൾ ചേർന്ന് പ്രവർത്തിക്കണമെന്നും അതിലൂടെ നിരവധി ആനുകൂല്യങ്ങൾ നേടാമെന്നും അനധികൃത ടാക്സി ഉടമകളോട് അതോറിറ്റി ആവശ്യപ്പെട്ടു. രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും അംഗീകൃതവും സുരക്ഷിതവുമായ നിരവധി ഗതാഗത സേവനങ്ങൾ ലഭ്യമാണെന്നും അവ ഉപയോഗപ്പെടുത്തണമെന്നും അതോറിറ്റി അറിയിച്ചു. ഇത്തരം അംഗീകൃത ഗതാഗത സേവനങ്ങൾ ഉപയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുകയാണ് ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത്. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ. കുവൈറ്റിലുള്ളവർ ജൂൺ 1 മുൻപായി ബയോമെട്രിക് രജിസ്ട്രേഷൻ പൂർത്തീകരിക്കണമെന്ന ആഭ്യന്തര മന്ത്രാലയം. ഈ കാലാവധിക്കുള്ളിൽ വിരലടയാളം നൽകിയില്ലെങ്കിൽ ഇവരുടെ എല്ലാ സർക്കാർ ഇടപാടുകളും താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. മാർച്ച് 1 മുതൽ 3 മാസത്തിനുള്ളിൽ വിരലടയാളം നൽകുവാൻ നേരത്തെ ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു. രാജ്യത്ത് ഇതുവരെയായി 17.8 ലക്ഷം പേരാണ് ബയോമെട്രിക് പൂർത്തിയാക്കിയത്. ഇതിൽ 9 ലക്ഷത്തിലേറെ പേർ സ്വദേശികളാണ്. മെറ്റ വെബ്സൈറ്റ് വഴിയോ സഹൽ ആപ്പ് വഴിയോ ബയോമെട്രിക് വിരലടയാളത്തിനായി ബുക്ക് ചെയ്യാം. ഹവല്ലി, ഫർവാനിയ, അഹമ്മദി, മുബാറക്, അൽ കബീർ, ജഹ്റ ഗവർണറേറ്റുകളിലെ വിവിധ പ്രദേശങ്ങളിൽ ബയോമെട്രിക് രജിസ്ട്രേഷനായുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒമാനിൽ ഫാക് കുറുബ പദ്ധതിയിലൂടെ 58 തടവുകാരെ മോചിപ്പിച്ചു. ചെറിയ കുറ്റങ്ങൾക്ക് പിഴ അടയ്ക്കാൻ കഴിയാത്തതിനെ തുടർന്ന് ഒമാനിലെ ജയിലിൽ അകപ്പെട്ടവരെ പുറത്തിറക്കാൻ സഹായിക്കുന്ന പദ്ധതിയാണ് ഫാക് കുറുബ. ഫാക് കുറുബ പദ്ധതിക്ക് കൈത്താങ്ങുമായി ഒമാൻ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ 60,000 ഒമാൻ റിയാൽ അധികൃതർക്ക് കൈമാറി. ഒമാൻ ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ച ഫാക് കുറുബ പ്രതിനിധികൾ സമൂഹത്തിലെ അർഹരായ വ്യക്തികളിലേക്ക് സഹായങ്ങൾ എത്തിക്കുന്നതിന് ഇത്തരം പിന്തുണ സുപ്രധാന പങ്കുവഹിക്കുമെന്നും പറഞ്ഞു.
ഒമാൻ ലോയേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പദ്ധതിയുടെ 11ാമത് പതിപ്പാണ് ഈ വർഷം നടക്കുന്നത്. ഇതിനകം 10ലധികം സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ പദ്ധതിക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. മുൻകാല പതിപ്പുകളിൽ ഈ സംരംഭത്തിൽ നിന്ന് പ്രയോജനം ലഭിക്കാത്തവരെയാണ് ഈ വർഷം പരിഗണിക്കുക. ക്രിമിനൽ പരമല്ലാത്ത വാണിജ്യ, സിവിൽ, തൊഴിൽ, നിയമപരമായ കേസുകളുമായി ബന്ധപ്പെട്ട് തടവിൽ കഴിയുന്നവർക്കാണ് ഇതിന്റെ സഹായം ലഭിക്കുക. പൊതുജനങ്ങളിൽ നിന്ന് പണം സ്വരൂപിച്ചാണ് ജയിലിൽ കഴിയുന്നവരെ മോചിപ്പിക്കുന്നത്. 2012 തുടങ്ങിയ പദ്ധതിയിലൂടെ 5890 ആളുകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. മീഡിയ 1 മസ്കത്ത്. വിനോദസഞ്ചാര മേഖലയിൽ വൻ കുതിപ്പുമായി ഖത്തർ. GCCയിൽ നിന്ന് മാത്രം ഈ വർഷം ജനുവരിയിൽ 4 ലക്ഷത്തോളം സന്ദർശകർ ഖത്തറിലെത്തി. 2030 വിദേശ വിനോദസഞ്ചാരികളുടെ എണ്ണം 60 ലക്ഷത്തിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഈ വർഷം തുടക്കത്തിൽ ഖത്തറിലേക്ക് വൻതോതിൽ സഞ്ചാരികളുടെ ഒഴുക്കുണ്ടായതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ജനുവരിയിൽ 3,70,000-ലേറെ പേർ GCCയിൽ നിന്ന് ഖത്തറിലെത്തി. ആകെ സന്ദർശകരുടെ 53% വരുമിത്. 2023 ജനുവരിയിൽ GCC സന്ദർശകരുടെ എണ്ണം 1.5 ലക്ഷത്തിൽ താഴെ മാത്രമായിരുന്നു. പ്ലാനിംഗ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് അതോറിറ്റി പുറത്തുവിട്ട ഔദ്യോഗിക കണക്കുകൾ പ്രകാരം സന്ദർശകരിൽ 7% മറ്റ് അറബ് രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. 2022 ഫിഫ ലോകകപ്പിൽ ഫാൻ വിസയായി അവതരിപ്പിച്ച ഹയ കാർഡ് ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ആസ്വദിക്കുന്നതിന് ഖത്തറിലെത്തിയവർക്ക് ഏറെ പ്രയോജനം ചെയ്തു. ഏഷ്യൻ കപ്പ് വീക്ഷിക്കാനായി ജനുവരിയിൽ മാത്രം 7 ലക്ഷത്തിലധികം പേരാണ് എത്തിയത്. ഖത്തറിലെത്തുന്ന സഞ്ചാരികളിൽ 20% പേർ യൂറോപ്പിൽ നിന്നുള്ളവരാണ്. കഴിഞ്ഞ വർഷം 40 ലക്ഷത്തിലധികം സന്ദർശകരാണ് ഖത്തറിലെത്തിയത്. ഈ വർഷം അത് ഉയരുമെന്നാണ് പ്രതീക്ഷ. 2030 പ്രതിവർഷം 60 ലക്ഷം വിദേശ വിനോദസഞ്ചാരികളെയാണ് ഖത്തർ ലക്ഷ്യമിടുന്നത്. മീഡിയ 1 ദോഹ. ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യക്ക് കാര്യമായ നേട്ടങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചില്ല. അവസരങ്ങൾ സൃഷ്ടിച്ചിട്ടും ഗോൾ അടിക്കാൻ കഴിയാത്തതാണ് ഇന്ത്യയുടെ പ്രശ്നമെന്ന് ഇന്ത്യൻ ഫുട്ബോൾ കോച്ച് സ്റ്റിമാച്ച് മത്സരശേഷം പ്രതികരിച്ചു. ഗോൾ രഹിത മത്സരത്തിലാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മത്സരം കലാശിച്ചത്. സൗദിയിലെത്തിയ ഇന്ത്യ അഫ്ഗാൻ ലോകകപ്പ് യോഗ്യതാ മത്സരം ആവേശത്തോടെയാണ് പ്രവാസികൾ ഏറ്റെടുത്തത്. സൗദി സമയം രാത്രി 10 മണിയോടെ കിക്ക് ഓഫ്. കളിയിൽ അവസരങ്ങൾ സൃഷ്ടിച്ചും കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഇന്ത്യക്കായില്ല. ഇതോടെ മത്സരം ഗോൾ രഹിതമായി അവസാനിച്ചു. മഴയും ഇതിനിടയിലെത്തി. ഇന്ത്യ എന്തായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ കളിച്ചു. ഫുള്ളായിട്ടുള്ള ഒരു നല്ല എനർജറ്റിക് ആയിട്ടുള്ള കളി തന്നെയായിരുന്നു. അടിപൊളി കളിയായിരുന്നു. കാണികൾ ഒരു ആവേശം തന്നെയായിരുന്നു. ഇന്ത്യൻ കാണികൾ നിറഞ്ഞ് സ്റ്റേഡിയം നിറഞ്ഞു തന്നെയിരിക്കും. നല്ലൊരു ആവേശം തന്നെയായിരുന്നു. 3 മത്സരങ്ങളിൽ നിന്ന് 4 പോയിന്റാണ് ഇന്ത്യക്കുള്ളത്. മത്സരം കാണാനെത്തിയവരിൽ ഭൂരിഭാഗവും മലയാളികളായിരുന്നു. ഇന്ത്യയിൽ വെച്ച് അഫ്ഗാനെതിരെ തന്നെയാണ് ഇന്ത്യയുടെ 2ാം മത്സരം. വളരെ മികച്ച മത്സരമായിരുന്നു നടത്തിയിട്ടുണ്ട്. പക്ഷേ ഫിനിഷിങ്ങിലെ ചില പോരായ്മകൾ കൊണ്ട് ഇന്ന് വിജയിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാലും അടുത്ത ഹോം മാച്ച് ഇന്ത്യയിൽ നടക്കുന്ന മത്സരത്തിൽ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അവസരം സൃഷ്ടിച്ചിട്ടും ഗോളടിക്കാൻ കഴിയാത്തതാണ് ഇന്ത്യയുടെ പ്രശ്നമെന്ന് ഇന്ത്യൻ ഫുട്ബോൾ കോച്ച് സ്റ്റിമാച്ച് മത്സരശേഷം പ്രതികരിച്ചു. മുജീബ് ചടയമംഗലം, മീഡിയ 1 അബഹ. സിനിമാ നിർമ്മാതാവ് CO തങ്കച്ചൻ ഷാർജയിൽ നിര്യാതനായി. 53 വയസ്സായിരുന്നു. തൃശൂർ കൊരട്ടി സ്വദേശിയാണ്. യുവനടൻ ഗോർഡിനിന്റെ പിതാവാണ്. ഇന്ദ്രൻസിനെയും ഉർവശിയെയും പ്രധാന കഥാപാത്രങ്ങളാക്കി നിർമ്മിക്കുന്ന കിറ്റ്കാറ്റ് എന്ന ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾക്കായി നാട്ടിലേക്ക് പോകാനിരിക്കെയാണ് മരണം. ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണമെന്ന് ബന്ധുക്കൾ പറഞ്ഞു. മൃതദേഹം അടുത്ത ദിവസം നാട്ടിലെത്തിച്ച് സംസ്കരിക്കും. ഖത്തറിൽ നിന്നും മക്കയിലേക്ക് ഉംറയ്ക്ക് പുറപ്പെട്ട കുടുംബം സഞ്ചരിച്ച കാർ സൗദിയിൽ അപകടത്തിൽപ്പെട്ട് ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ചു. മംഗലാപുരം സ്വദേശികളായ മുഹമ്മദ് റമീസും ഭാര്യയും കുട്ടിയുമാണ് മരിച്ചത്. മക്കയിലേക്കുള്ള വഴിയിൽ ത്വായിഫിനടുത്ത് വെച്ചായിരുന്നു അപകടം. ഉംറ കർമ്മത്തിനായി ഖത്തറിൽ നിന്നും മക്കയിലേക്ക് പുറപ്പെട്ട മംഗലാപുരം സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ചു. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. മക്കയിലേക്കുള്ള വഴിയിൽ ത്വായിഫിലെത്തുന്നതിന് തൊട്ടു മുമ്പാണ് അപകടമുണ്ടായത്. ഇന്നലെ ഉച്ചയ്ക്ക് 3 മണിയോടെയായിരുന്നു സംഭവം. ഇവർ സഞ്ചരിച്ചിരുന്ന കാർ ഡിവൈഡറിലിടിച്ച് മറിയുകയായിരുന്നുവെന്നാണ് നിഗമനം. മംഗലാപുരം സ്വദേശിയായ മുഹമ്മദ് റമീസ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹിബ, അവരുടെ 4 മാസം പ്രായമായ കുട്ടി എന്നിവരാണ് മരിച്ചത്. ഇവരുടെ 4 വയസ്സായ മറ്റൊരു കുട്ടി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്.
കൂടാതെ മരണപ്പെട്ട ഹിബയുടെ പിതൃസഹോദരന്റെ മകൾ ഫാത്തിമക്കും അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. എന്നാൽ ഫാത്തിമയുടെ 7 വയസ്സായ മകൻ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഖത്തറിൽ നിന്ന് ബന്ധുക്കളോടൊപ്പം 2 വാഹനങ്ങളിലായി ഉംറയ്ക്ക് പുറപ്പെട്ടതായിരുന്നു ഇവർ. ആദ്യ വാഹനം ത്വായിഫിലെത്തി ഏറെ സമയമായിട്ടും പിറകിലെ വാഹനം കാണാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കാർ അപകടത്തിൽപ്പെട്ടതായി കണ്ടെത്തിയത്. തുടർ നടപടികൾ പുരോഗമിച്ചു വരുന്നതായി സാമൂഹിക പ്രവർത്തകൻ മാലിക് ഇദ്ദിയ അറിയിച്ചു. മീഡിയ 1 ജിദ്ദ. മക്കയിൽ പള്ളിക്ക് പുറത്ത് നോമ്പ് തുറക്കാനായി കാത്തിരുന്നവർക്കിടയിലേക്ക് വാഹനം മറിഞ്ഞ് പ്രവാസി മലയാളി മരിച്ചു. മഞ്ചേരി പുൽപ്പറ്റ സ്വദേശി മുഹമ്മദ് ബഷീറാണ് മരിച്ചത്. അപകടത്തിൽ മറ്റൊരു മലയാളി ഉൾപ്പെടെ 21 പേർക്ക് പരിക്കേറ്റു. മക്കയിലെ നവാരിയയിൽ സഹ്റത്തുൽ ഉംറ മസ്ജിദിനോട് ചേർന്നായിരുന്നു അപകടം. വ്യാഴാഴ്ച പള്ളിക്ക് പുറത്ത് നോമ്പ് തുറക്കാനായി കാത്തിരുന്നവരാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ഒരു മലയാളി മരിച്ചു. മഞ്ചേരി പുൽപ്പറ്റ എടത്തിൽ പള്ളിയാളിലെ സ്രാബിക്കൽ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് ബഷീറാണ് മരിച്ചത്. മറ്റ് 21 പേർക്ക് അപകടത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു. മഞ്ചേരി ആനക്കയം സ്വദേശി മൻസൂറിനെ നിസ്സാര പരിക്കുകളോടെ മക്ക മെഡിക്കൽ സെന്ററിൽ പ്രവേശിപ്പിച്ചു. പള്ളിക്ക് പുറത്ത് നോമ്പ് തുറക്കാനായി സജ്ജീകരിച്ച സുപ്രയിൽ ബാങ്ക് വിളി പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്ന വിവിധ രാജ്യക്കാരാണ് അപകടത്തിൽപ്പെട്ടത്. അതുവഴി അമിത വേഗതയിലെത്തിയ കാർ നിയന്ത്രണം വിട്ട് മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. തുടർന്ന് ഈ വാഹനം നോമ്പ് തുറക്കാനായി ഇരിക്കുന്നവരുടെ മുകളിലേക്ക് മറിയുകയായിരുന്നുവെന്ന് സമീപവാസികൾ പറയുന്നു. മരിച്ച ബഷീർ മക്ക നവോദയ ഈസ്റ്റ് നവാരിയ യൂണിറ്റ് പ്രവർത്തകനാണ്. നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം മക്കയിൽ മറവു ചെയ്യുമെന്ന് സാമൂഹിക പ്രവർത്തകർ അറിയിച്ചു. മീഡിയ 1 ജിദ്ദ. തൃശൂർ കൊരട്ടി ചെറ്റാരിക്കൽ മുല്ലവള്ളി വീട്ടിൽ അനൂപ് ഉണ്ണി നായർ ഹൃദയാഘാതത്തെ തുടർന്ന് ഖത്തറിൽ മരിച്ചു. 45 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് കുഴഞ്ഞു വീണ അനൂപിന് മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു. പിന്നാലെ അനൂപിന്റെ 2 വൃക്കകളും കരളും ദാനം ചെയ്തു. ഖത്തറിൽ സ്വകാര്യ പരസ്യ സ്ഥാപനത്തിൽ സെയിൽസ്മാനായി ജോലി ചെയ്യുകയായിരുന്നു അനൂപ്. സൗദിയിൽ മലയാളി നേതൃത്വത്തിലുള്ള കൺസൾട്ടൻസി 600 മില്യൺ റിയാലിന്റെ നിക്ഷേപം എത്തിക്കുന്നു. അറബ് ഡ്രീംസ് മേൽനോട്ടത്തിൽ വിദേശ നിക്ഷേപകർ പങ്കെടുത്ത ബിസിനസ് കോൺക്ലേവിലാണ് ധാരണാപത്രം ഒപ്പുവെച്ചത്. 12 രാജ്യങ്ങളിൽ നിന്നുള്ള വനിതാ സംരംഭകരും പരിപാടിയിലെ ശ്രദ്ധേയ സാന്നിധ്യമായി. ഏഷ്യയിൽ നിന്നും സൗദിയിലേക്ക് ചേക്കേറുന്ന നിക്ഷേപകർക്ക് സൗദിയിലെ അവസരങ്ങൾ ബോധ്യപ്പെടുത്തുന്നതായിരുന്നു കോൺക്ലേവ്. റിയാദിലായിരുന്നു സൗദി ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് കോൺക്ലേവ്. സൗദിയിലെ പ്രമുഖ കൺസൾട്ടൻസിയായ അറബ് ഡ്രീംസും ഇന്റർനാഷണൽ ബിസിനസ് വീക്ക് എന്ന ബിസിനസ് കമ്മ്യൂണിറ്റിയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആഗോളതലത്തിലുള്ള ബിസിനസ് മേധാവിമാരുടെയും നിക്ഷേപകരുടെയും ഏകീകൃത കൂട്ടായ്മയാണ് IBW. ചൈന, ഹോങ്കോങ്, മലേഷ്യ, സിംഗപ്പൂർ, അമേരിക്ക, UK, ഖത്തർ, UAE എന്നീ തുടങ്ങിയ 12 രാജ്യങ്ങളിൽ നിന്നുള്ള ബിസിനസ്സുകാരും നിക്ഷേപകരും കോൺക്ലേവിൽ പങ്കെടുത്തു. ഫെസിലിറ്റീസ് ഒരുക്കുകയാണ് അറബ് ഡ്രീംസിന്റെ ലക്ഷ്യം. ഇപ്പോൾ പുറത്തു നിന്ന് വരുന്ന ഓണ്ടർപ്രണേഴ്സിൽ ഭൂരിപക്ഷവും സ്ത്രീകളായ സംരംഭകരാണ്. പുറത്തുനിന്ന് വരുന്ന സ്ത്രീകൾക്ക് അവരുടെ അവസരങ്ങൾ എത്രത്തോളം ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്നതായിരുന്നു. പരിപാടിയിൽ നല്ലൊരു പങ്കും സ്ത്രീകളായിരുന്നു. അറബ് ഡ്രീംസ് ചെയർമാൻ സൽമാൻ ഗാംദി അധ്യക്ഷനായി. സൗദിയിലെ അവസരങ്ങളെല്ലാം പരിപാടിയിലെ പ്രസന്റേഷനുകളിൽ തെളിഞ്ഞു. രാജ്യങ്ങളിൽ നിന്നുള്ള ഇൻവെസ്റ്റേഴ്സ് വന്നുകൊണ്ട് അവർക്ക് ഈ കാര്യങ്ങൾ എന്താണ് ഈ സൗദിയിൽ നടക്കാൻ പോകുന്നത്, ഇവിടെ അനൗൺസ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റുകളുടെ സാധ്യതകൾ എന്താണ്, അവർക്കത് മനസ്സിലാക്കി കൊടുക്കുകയും ഇവിടുത്തെ ഉള്ള അവസരങ്ങൾ അവർ ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്തണമെന്ന് നമ്മളുടെ കാര്യത്തിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. എഞ്ചിനീയറിംഗ്, ഇന്നൊവേഷൻ എന്നീ വിഷയങ്ങളിൽ നടന്ന പാനൽ ചർച്ചയായിരുന്നു കോൺക്ലേവിന്റെ പ്രധാന ആകർഷണങ്ങളിലൊന്ന്. IBWവിന്റെ ഇന്റർനാഷണൽ ഡയറക്ടറായ വിനീസി നമ്പ്യാറായിരുന്നു ചർച്ച നിയന്ത്രിച്ചത്. വലിയൊരു നിക്ഷേപം ഈ പ്രോഗ്രാം വഴി ഇനിയും ഇവിടേക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അറബ് ഡ്രീംസിനെ സംബന്ധിച്ചിടത്തോളം പുറത്തുനിന്ന് വരുന്ന ഇൻവെസ്റ്റേഴ്സിന് അവർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ ചെയ്തു കൊടുക്കാൻ കഴിയും. 600 മില്യൺ റിയാൽ നിക്ഷേപത്തിന് ധാരണാപത്രം കോൺക്ലേവിൽ ഒപ്പുവെച്ചു. ഹോങ്കോങ് മിഡിൽ ഈസ്റ്റ് ചേംബറിന്റെ വൈസ് പ്രസിഡന്റ് എസ്റ്റർ വോങ്, ഏഷ്യ പസഫിക് എക്കണോമിക് ആൻഡ് ട്രേഡ് യൂണിയന്റെ പ്രസിഡന്റായ ആൻജി യിങ്പിങ് എന്നീ പ്രമുഖരും സംബന്ധിച്ചു. മീഡിയ 1 റിയാദ്. ഷാർജ റമദാൻ നൈറ്റ്സിന് ഷാർജ എക്സ്പോ സെന്ററിൽ തുടക്കമായി. ഷാർജ റമദാൻ നൈറ്റ്സിന്റെ 41ാമത് എഡിഷനാണിത്. ഷാർജ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ പിന്തുണയോടെയാണ് മേള സംഘടിപ്പിക്കുന്നത്.
വിനോദ വിജ്ഞാന പരിപാടികൾക്കൊപ്പം ഷോപ്പിംഗ് രംഗത്തെ ഏറ്റവും മികച്ച അനുഭവം കൂടി സമ്മാനിക്കുന്ന തരത്തിലാണ് റമദാൻ നൈറ്റ്സ് ഒരുക്കിയിരിക്കുന്നത്. 10,000-ലധികം ഉൽപ്പന്നങ്ങൾ 75% വരെ വിലക്കുറവിൽ നൽകുന്നതോടൊപ്പം പ്രത്യേക സമ്മാനങ്ങളും പ്രമോഷനുകളും മേളയുടെ ഭാഗമാണ്. ഷാർജ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെയും ഷാർജ എക്സ്പോ സെന്ററിന്റെയും ചെയർമാൻ അബ്ദുള്ള സുൽത്താൻ അൽ ഒവൈസ് എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു. എക്സ്പോ സെന്റർ ഷാർജ സിഇഒ സെയ്ഫ് മുഹമ്മദ് അൽ മിദ്ഹ, ചേംബർ എക്സ്പോ സെന്റർ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, ഷാർജ എക്സ്പോ സെന്റർ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് വിഭാഗം ഡയറക്ടർ സുൽത്താൻ ഷത്താഫ് എന്നിവർ പങ്കെടുത്തു. പരമ്പരാഗത വസ്ത്രങ്ങൾ, ഉപകരണങ്ങൾ, കരകൗശല വസ്തുക്കൾ, സുഗന്ധദ്രവ്യങ്ങൾ, പാനീയങ്ങൾ, ജനപ്രിയ റമദാൻ വിഭവങ്ങൾ എന്നിവയാണ് പ്രദർശനത്തിലുള്ളത്. പ്രമുഖ ബ്രാൻഡുകൾ വമ്പൻ ഓഫറുകളാണ് നൽകുന്നത്. കുറഞ്ഞ നിരക്കിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള അവസരം കൂടിയാണിതെന്ന് ഷാർജ എക്സ്പോ സെന്റർ കൊമേഴ്ഷ്യൽ ഡയറക്ടർ സുൽത്താൻ മുഹമ്മദ് അൽ ഒമ്രാനി പറഞ്ഞു. The show is one of the main attractions during the holy month of Ramadan. We have more than 200 exhibitors from different countries. We have from UAE, we have from India, and we have international brands participating with us. Around 500 brands exhibiting here. വൈവിധ്യമാർന്ന പൈതൃക പരിപാടികൾക്കും കലാപരിപാടികൾക്കുമായി ഹെറിറ്റേജ് വില്ലേജും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏപ്രിൽ 10 വരെയാണ് മേള നീണ്ടു നിൽക്കുക. വൈകുന്നേരം 5 മുതൽ പുലർച്ചെ 1 മണി വരെയും പെരുന്നാൾ വേളയിൽ വൈകിട്ട് 3 മുതൽ 12 വരെയുമാണ് പ്രദർശനം. മീഡിയ 1 ഷാർജ. ഖത്തർ സംസ്കൃതിയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ദോഹ സനയ്യയിലെ ലേബർ ക്യാമ്പിലാണ് തൊഴിലാളി സഹോദരങ്ങൾക്കായി നോമ്പുതുറ സംഘടിപ്പിച്ചത്. സംസ്കൃതിയുടെ മൻസൂറ ഇൻഡസ്ട്രിയൽ ഏരിയ യൂണിറ്റുകൾ നേതൃത്വത്തിൽ നടത്തിയ നോമ്പുതുറയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 300-ലധികം തൊഴിലാളികളാണ് പങ്കെടുത്തത്. മൻസൂറ യൂണിറ്റ് പ്രസിഡന്റ് നബീന അസീസ് അധ്യക്ഷയായിരുന്നു. സംസ്കൃതി പ്രസിഡന്റ് എ അഹമ്മദ് കുട്ടി, നോർക്ക ക്ഷേമനിധി ഡയറക്ടർ EM സുധീർ, സെക്രട്ടറി സാൾട്ടസ് സാമുവൽ, ട്രഷറർ ശിവാനന്ദൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ഖത്തറിലെ സാമൂഹിക സാംസ്കാരിക സേവന മേഖലയിലെ സജീവ സാന്നിധ്യമായ കൾച്ചറൽ ഫോറം പുതിയ പേരിലേക്ക് മാറുന്നു. പ്രവാസി വെൽഫെയർ ആൻഡ് കൾച്ചറൽ ഫോറം എന്ന പേരിലാണ് ഇനി സംഘടന പ്രവർത്തിക്കുക. പുതിയ പേരിന്റെ ഔദ്യോഗിക പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും ഇന്ത്യൻ എംബസി ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ സന്ദീപ് കുമാർ നിർവഹിച്ചു. അബു ഹമൂർ ICC അശോക ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഖത്തറിന്റെ സാമൂഹ്യ സാംസ്കാരിക വാണിജ്യ മേഖലകളിലെ പ്രമുഖരുടെ സാന്നിധ്യത്തിലാണ് സംഘടന പുതിയ പേരും ലോഗോയും അവതരിപ്പിച്ചത്. പ്രവാസി വെൽഫെയർ സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രമോഹൻ അധ്യക്ഷത വഹിച്ചു. ഉപദേശക സമിതി ചെയർമാൻ ഡോക്ടർ താജാലുവ സംഘടനയുടെ പരിവർത്തനം പരിചയപ്പെടുത്തി. പുതിയ മാറ്റത്തിലൂടെ കൂടുതൽ മേഖലകളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിച്ച് പ്രവാസി സമൂഹത്തിന് താങ്ങാവാൻ പ്രവാസി വെൽഫെയറിന് സാധിക്കട്ടെയെന്ന് ഇന്ത്യൻ എംബസി ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ സന്ദീപ് കുമാർ ആശംസിച്ചു. ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി സച്ചിൻ ദിനകർ മുഖ്യാതിഥിയായി. ICC പ്രസിഡന്റ് AP മണികണ്ഠൻ, ICBF പ്രസിഡന്റ് ഷാനവാസ് ബാവ, ISC പ്രസിഡന്റ് EP അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മീഡിയ 1 ദോഹ. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ റെക്കോർഡ് ഇടിവ്. ഇതോടെ ഗൾഫ് കറൻസികളുടെ വിനിമയ മൂല്യം കുത്തനെ ഉയർന്നു. ഒരു UAE ദിർഹമിന് 22.88 ദിർഹം വരെ രേഖപ്പെടുത്തി. ഇന്ത്യൻ രൂപയ്ക്കെതിരെ ദിർഹമിന്റെ ഉയർന്ന നിരക്കുകളിൽ ഒന്നാണിത്. കുവൈറ്റ് ദിനാർ, ഒമാനി റിയാൽ തുടങ്ങി കൂടുതൽ മൂല്യമുള്ള കറൻസികളും റെക്കോർഡിലേക്ക് കുതിച്ചു. കറൻസി വിനിമയ നിരക്കിലെ മാറ്റത്തെക്കുറിച്ച് ഒമാനിൽ നിന്നുള്ള റിപ്പോർട്ട് കാണാം. ഈ മാസം 10 മുതലാണ് ഒമാൻ റിയാലിന്റെ വിനിമയ നിരക്ക് ഉയരാൻ തുടങ്ങിയത്. മാർച്ച് 7-ന് വിനിമയ നിരക്ക് ഒരു ഒമാനി റിയാലിന് 214 രൂപ 70 പൈസ വരെ താഴ്ന്നിരുന്നു. ഡോളർ ശക്തി കുറഞ്ഞതായിരുന്നു അന്ന് രൂപ ശക്തിപ്പെടാൻ പ്രധാന കാരണം. എന്നാൽ ഏതാനും ദിവസമായി ഇന്ത്യൻ രൂപ തകർച്ച നേരിടുകയായിരുന്നു. വെള്ളിയാഴ്ച ഇന്ത്യൻ രൂപയുടെ മൂല്യം വീണ്ടും കുറഞ്ഞ് $1 83 രൂപയിലെത്തി. ഫെബ്രുവരി 20-ന് ശേഷമുള്ള ഏറ്റവും മോശമായ ഇന്ത്യൻ രൂപയുടെ മൂല്യമാണിത്. കഴിഞ്ഞ 2 ദിവസമായി അന്താരാഷ്ട്ര മാർക്കറ്റിൽ എണ്ണവില ഉയരുകയായിരുന്നു. എന്നാൽ വെള്ളിയാഴ്ച എണ്ണവിലയിൽ നേരിയ കുറവുണ്ടായിട്ടുണ്ട്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ $85.65 അസംസ്കൃത എണ്ണയുടെ വില. അമേരിക്കൻ ഡോളർ ശക്തി പ്രാപിക്കുന്നതും ഇന്ത്യൻ രൂപയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഇത് കാരണം എല്ലാ ഏഷ്യൻ കറൻസികളും തകർച്ച നേരിടുന്നുണ്ട്.
അമേരിക്കൻ ഡോളർ ശക്തി പ്രാപിച്ച് ഡോളർ ഇൻഡെക്സ് 104.4-ലെത്തിയിരുന്നു. അടുത്തിടെ 34 പോയിന്റ് വർധനയാണ് ഡോളർ ഇൻഡെക്സിൽ ഉണ്ടായിരിക്കുന്നത്. മീഡിയ 1 മസ്കത്ത്. ദമാമിലെ പ്രമുഖ റെസ്റ്റോറന്റായ സഫ്രാൻ കൂടുതൽ സൗകര്യങ്ങളോടെ വിപുലീകരിച്ച പ്രവർത്തനം ആരംഭിച്ചു. 150ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന ഓഡിറ്റോറിയവും പാർട്ടി ഹാളും റെസ്റ്റോറന്റിന്റെ ഭാഗമായി ഉൾപ്പെടുത്തി. റമദാനിൽ ഇഫ്താർ വിഭവങ്ങളും പാക്കേജുകളും മിതമായ നിരക്കിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയതായി മാനേജ്മെന്റ് അറിയിച്ചു. ദമാം ടൊയോട്ടയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ റെസ്റ്റോറന്റായ സഫ്രാൻ കൂടുതൽ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി വിപുലീകരിച്ചു. 150ലധികം പേർക്ക് പങ്കെടുക്കാവുന്ന ഓഡിറ്റോറിയവും പാർട്ടി ഹാളും പുതുതായി ഉൾപ്പെടുത്തി. റെസ്റ്റോറൻറ്റ് രംഗത്ത് ഞങ്ങളുടെ ആദ്യ സംരംഭമായ സഫ്രാൻ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൻ്റെ നവീകരിച്ച ഫാമിലി ഡീലക്സ് സെക്ഷനും അതിനോട് പുറമെ 150 ആളുകൾക്ക് പങ്കെടുക്കാവുന്ന പാർട്ടി ഹാളും അതിനോടനുബന്ധിച്ച് തന്നെ 100ഓളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്ന പുതിയ സൗകര്യവും ഹോട്ടലിനോട് ഞങ്ങൾ ചേർത്തിരിക്കുകയാണ്. റമദാനിൽ വിപുലമായ ഇഫ്താർ സൗകര്യങ്ങളാണ് റെസ്റ്റോറന്റിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ബാച്ചിലേഴ്സിനും കുടുംബങ്ങൾക്കും വ്യത്യസ്ത കാറ്റഗറികളിലുള്ള ഇഫ്താർ പാക്കേജുകൾ, ബഫേ സൗകര്യത്തോടു കൂടിയ ഇഫ്താർ പാർട്ടികൾ, സമൂഹ ഇഫ്താറിനുള്ള ഓർഡറുകൾ എന്നിവയും ലഭ്യമാണ്. നമ്മൾ ബുഫേ, ഔട്ട്സൈഡ് കാറ്ററിംഗ്, ഇൻഡോർ കാറ്ററിംഗ് എല്ലാം നമ്മൾ അവൈലബിൾ ആണ്. അതിൽ ഇന്ത്യൻ, ചൈനീസ്, കോണ്ടിനെൻ്റൽ, അറബിക്സ് എല്ലാം ഉൾപ്പെടുത്തിയുള്ള ഓതന്റിക് കിച്ചൺ ഫുഡുകൾ നമ്മൾ അവൈലബിൾ ആണ്. കസ്റ്റമേഴ്സിൻ്റെ സെലക്ഷൻ അവരുടെ ആവശ്യാർത്ഥം ഏത് ഐറ്റംസും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതിനുള്ള നമ്മളെല്ലാ ഫെസിലിറ്റീസും നമ്മൾ നവീകരിച്ച ഷോറൂമിൽ ആളുകൾക്ക് അവൈലബിൾ ആണ്. ഫാമിലി സെക്ഷനിലാണെങ്കിലും ഡീലക്സ് പുതിയ ഒരു സെക്ഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഡീലക്സ് തനിനാടൻ ഇന്ത്യൻ, ചൈനീസ്, അറബിക്, മൾട്ടി ക്യൂസിൻ വിഭവങ്ങൾ റെസ്റ്റോറന്റിന്റെ പ്രത്യേകതയാണ്. ഉപഭോക്താക്കളുടെ ആവശ്യാനുസരണം വ്യത്യസ്ത കാറ്റഗറികളിലായി വിഭവങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സൗകര്യവും ഉണ്ട്. സാധാരണക്കാരായ ഉപഭോക്താക്കൾക്കുൾപ്പെടെ പ്രാപ്യമായ മിതമായ നിരക്കാണെന്നതും റെസ്റ്റോറന്റിന്റെ പ്രത്യേകതയാണ്. മീഡിയ 1 ദമാം. KMCC സലാലയിൽ സംഘടിപ്പിച്ച ഇഫ്താർ മീറ്റിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ദോഫാർ ക്ലബ് മൈതാനിയിൽ നടന്ന ഇഫ്താറിൽ വിവിധ രാജ്യക്കാരായ പ്രവാസികളും ഭാഗമായി. KMCC ദോഫാർ ക്ലബ് മൈതാനിയിൽ ഒരുക്കിയ ഇഫ്താറിൽ സലാലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിയവരാണ് സംബന്ധിച്ചത്. വർഷങ്ങളായി നടന്നുവരുന്ന ഇഫ്താറിൽ വിവിധ മതസാമൂഹിക വിഭാഗങ്ങളിൽപ്പെട്ടവരും പങ്കെടുത്തു. 40ാം വാർഷികാഘോഷത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇക്കുറി ഇഫ്താർ ഒരുക്കുന്നതെന്ന് KMCC പ്രസിഡന്റ് നാസർ പെരിങ്ങത്തൂർ പറഞ്ഞു. സലാല KMCC വർഷങ്ങളായി നടത്തിവരുന്ന ഇഫ്താർ സംഗമം ഇപ്രാവശ്യവും ഇവിടെ നടക്കുകയാണ്. സലാലയിലും പരിസര പ്രദേശത്തുള്ള ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന സലാലയിലെ ഏറ്റവും വലിയ മലയാളികളുടെ ഏറ്റവും വലിയ നോമ്പ് തുറയാണ്. അതോടൊപ്പം സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു കൂട്ടായ്മയാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിവിധ സംഘടനാ നേതാക്കളും പൗരപ്രമുഖരും ഇഫ്താറിൽ സംബന്ധിച്ചു. കോൺസുലർ ഏജന്റ് ഡോക്ടർ കെ സനാതനൻ, ഡോക്ടർ അബൂബക്കർ സിദ്ദീഖ്, സന്ദീപ് ഓജ, കെ ഷൗക്കത്ത് അലി, ഗംഗാധരൻ, CV സുദർശൻ, O അബ്ദുൽ ഗഫൂർ, മുഹമ്മദ് നവാബ് തുടങ്ങിയവർ സംബന്ധിച്ചു. ജനറൽ സെക്രട്ടറി ഷബീർ കലടി, റഷീദ് കൽപ്പറ്റ, കൺവീനർ ഷംസീർ കൊല്ലം, അൽത്താഫ് പെരിങ്ങത്തൂർ, അബ്ദുസലാം ഹാജി തുടങ്ങിയ കേന്ദ്ര കമ്മിറ്റി നേതാക്കൾ നേതൃത്വം നൽകി. മലയാളികൾക്ക് പുറമെ സ്വദേശികളും വിവിധ രാജ്യക്കാരുമായ പ്രവാസികളാണ് ഈ സാഹോദരി ഇഫ്താറിൽ സംബന്ധിക്കുന്നത്. ക്യാമറ പേഴ്സൺ അർഷദിനൊപ്പം K സലാഹുദ്ദീൻ, മീഡിയ 1 സലാല. റമദാനിൽ നാട്ടിലേക്ക് പണം അയക്കുന്നവർക്ക് സമ്മാന പദ്ധതി പ്രഖ്യാപിച്ച UAE ധനവിനിമയ സ്ഥാപനമായ അൽ അൻസാരി എക്സ്ചേഞ്ച്. ഓരോ ഇടപാടിലും 5 ലക്ഷം ദിർഹം വരെ സമ്മാനം നേടാൻ കഴിയുന്നതാണ് പദ്ധതി. അൽ അൻസാരി എക്സ്ചേഞ്ചിന്റെ ശാഖകളിൽ നിന്നോ മൊബൈൽ ആപ്പ് വഴിയോ പണം അയക്കുന്നവർക്കാണ് സമ്മാന പദ്ധതിയിലേക്ക് എൻട്രി ലഭിക്കുക. 5 ലക്ഷം ദിർഹം പണമോ പുത്തൻ സെറേസ് 5 ഇലക്ട്രിക് കാറോ സമ്മാനമായി നേടാൻ റമദാനിൽ അവസരമുണ്ടെന്ന് അൽ അൻസാരി എക്സ്ചേഞ്ച് അധികൃതർ പറഞ്ഞു. അൽ അൻസാരിയുടെ UAEയിലെ 250 ശാഖകളിൽ നിന്ന് പണമയക്കുന്നവർക്കും അൽ അൻസാരി എക്സ്ചേഞ്ച് ആപ്പ് വഴി ഇടപാട് നടത്തുന്നവർക്കും സമ്മാനം ലഭിക്കാൻ നറുക്കുവീഴും. ഇന്ത്യയിലേക്ക് പണമയക്കുന്നവർക്കും മറ്റിടങ്ങളിലേക്ക് പണമയക്കുന്നവർക്കും ആനുകൂല്യം നേടാം.
കൂടുതൽ ഇടപാട് നടത്തുന്നവർക്ക് സമ്മാനം നേടാൻ കൂടുതൽ അവസരമുണ്ടാകുമെന്നും അധികൃതർ പറഞ്ഞു. മീഡിയ 1 ദുബായ്. പെരുന്നാൾ പ്രമാണിച്ച് നാട്ടിലേക്ക് സാധനങ്ങൾ അയക്കാനുള്ള തിരക്ക് പരിഗണിച്ച് ഗൾഫിലെ എല്ലാ ബ്രാഞ്ചുകളിലും പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതായി ABC കാർഗോ അധികൃതർ അറിയിച്ചു. പ്രിയപ്പെട്ടവർക്ക് പെരുന്നാളിന് സാധനങ്ങൾ എത്തിക്കാൻ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നതെന്ന് കാർഗോ അധികൃതർ വ്യക്തമാക്കി. രാത്രി വളരെ വൈകിയും ABC കാർഗോയുടെ എല്ലാ ബ്രാഞ്ചുകളും പ്രവർത്തന സജ്ജമായിരിക്കുമെന്ന് മാനേജ്മെന്റ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. നാളത്തെ സുബഹി സമയം. സഫാരി ഫർണിച്ചർ സുബഹി സമയം brought to you by സഫാരി ഫർണിച്ചർ, സെക്കൻഡ് ഫ്ലോർ, സഫാരി മാൾ, മുവൈല, ഷാർജ. powered by Ramadan Kareem from Tangle's Jewelry. 123 Cargo, a division of M Group. Toll free 805 123. From concept to reality, Emirates Classic Business Center, ground floor, Altawar Center, Al Qusais. Personalized gift boxes with high quality dates and nuts. Visit nutsarabia.com.